Hello all of you. So in the last class we have seen the input characteristics, input common emitter characteristics of BGT, and this was the circuit used to study the characteristics. And as we said, there are two types of characteristics: input characteristics and output characteristics. So the input characteristics we have already seen. Next is the output characteristics. So in BJT, let us see how the output characteristics is plotted. Here we will plot graph in which the current IC, that is our output current, versus the output voltage, that is VCE, common emitter voltage. With the IB constant, that is input current. Okay, so I will show you the shape of that graph. This will be the shape of that graph, and before that let us see the circuit once again. So here you are measuring your output voltage and output current. This is the output current IC, this is the output voltage VCE, and you are keeping your input current constant. So first what you are doing here is, by adjusting VBB, you will make a constant input current, say 40 microampere. Okay, you are keeping your IB at 40 microampere. Okay, this is done by adjusting the voltage VBB. Okay, so IB is now set at 40 microampere. Now by varying VCC voltage, we will get appropriate values for VCE. VCC vary ചെയ്തുകൊണ്ട് VCEയിൽ നിങ്ങൾക്ക് വാല്യൂസ് കിട്ടും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് കറണ്ട് IC വാരി ചെയ്യും. അതായത് VCC വാരി ചെയ്യുമ്പോൾ അതിനനുസരിച്ചൊരു VCE ഇവിടെ കിട്ടും. അപ്പോൾ ഈ VCC വാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറണ്ടും വാരി ചെയ്യും. സോ യു ആർ ഗെറ്റിംഗ് VCE and corresponding IC. Okay, so അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകും ആ വാല്യൂസ്. ദിസ് ഈസ് ഫോർ പെർട്ടിക്കുലർ IB. ഹിയർ IB ഈസ് സെറ്റ് ആസ് 40 microampere. എന്നിട്ട് അടുത്ത് ഇത് ഫുൾ എടുക്കും, അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കും. വീണ്ടും IB വേറൊരു വാല്യൂ സെറ്റ് ചെയ്യും, നമ്മൾ VCE IC മെഷർ ചെയ്യും. ഇൻ ദിസ് വേ യു ആർ പ്ലോട്ടിംഗ് ദിസ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. Okay, so you can see that this is the way your graph is going. So initially you can see that this is the way the graph is plotted. So for small variations in VCE, the current increases. The current means IC increases very sharply. അതായത് VC ചെറുതായി ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും IC ഭയങ്കരമായിട്ട് വാരി ചെയ്യും. ആൻഡ് ദിസ് ഹാപ്പൻസ് അപ് ടു ദിസ് പോയിൻറ്റ്. ഇത്രയും റീജിയണിൽ VCയിലെ ചെറിയ വേരിയേഷൻ തന്നെ ICക്ക് ഭയങ്കരമായ ഇൻക്രീസ് വരും. ആ റീജിയണിനെ നമ്മൾ പറയുന്നതാണ് സാച്ചുറേഷൻ റീജിയൻ.
സാച്ചുറേഷൻ, അതായത് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ട് കാണാം. അതിനുശേഷം വരുന്ന ഇൻക്രീസ്, യു ക്യാൻ സീ ദ റിമൈനിങ് പോർഷൻ ഈസ് ദിസ് വൺ, അതായത് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. So in saturation, first of all I will say that in saturation region IC increases sharply for a small increase in VCE, for a small increase in VCE. Next is another region is this, another portion of the graph is this. Here IC almost remains constant. Almost remains constant with respect to VCE. VCEയുടെ വേരിയേഷൻ അനുസരിച്ച് ഐ സിയിൽ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ആക്റ്റീവ് റീജിയൻ. ആക്റ്റീവ് റീജിയൻ, ഇത് നമ്മൾ പല മോഡുകൾ പഠിച്ചു, സാച്ചുറേഷൻ മോഡ്, ആക്റ്റീവ് മോഡ്, അത് തന്നെയാണ്. സാച്ചുറേഷൻ റീജിയനിൽ നമുക്കറിയാം, അല്ലെങ്കിൽ സാച്ചുറേഷൻ മോഡിൽ അറിയാം, രണ്ട് ജംഗ്ഷൻസും ഫോർവേഡ് ബയസ്ഡ് ആണ്, കളക്ടർ ബേസ് ആൻഡ് എമിറ്റർ ബേസ്. ആക്റ്റീവ് റീജിയനിലാണെങ്കിൽ എമിറ്റർ ബേസ് ഫോർവേഡ് ബയസ്ഡ്, കളക്ടർ ബേസ് റിവേഴ്സ് ബയസ്ഡ്. ഓക്കെ, പക്ഷേ ഇവിടെ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും ചെറിയൊരു ഇൻക്രീസ് കളക്ടർ കറണ്ടിൽ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വെൻ യു ഇൻക്രീസ്, അതായത് ദർ ഈസ് എ നോട്ട് അറ്റ് ഓൾ കോൺസ്റ്റൻറ്റ്, ദർ ഈസ് എ സ്മോൾ ഇൻക്രീസ് ഇൻ ഐ സി വിത്ത് റെസ്പെക്റ്റ് ടു വി സി ഇ. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് വി സി ഇ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ റീജിയൻ പെനിട്രേറ്റ്സ് മോർ ഇൻ ടു ബേസ്. നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി സി ഇ കൂടുമ്പോൾ depletion region penetrates more into base region. അപ്പോൾ എന്ത് സംഭവിക്കും? ഐ ബി കുറയും. സോ ഐ ബി ഡിക്രീസസ്, ബട്ട് ഐ ഇ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. അപ്പോൾ നമുക്ക് ഐ ബി കുറയുമ്പോൾ ഐ സി കൂടണം, കാരണം ഐ ഇ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഐ ഇനെ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി ഐ ബി കുറയുമ്പോൾ ഐ സി കൂടും. അതാണ് ഇവിടെ കാണുന്ന ഒരു ചെറിയ ഇൻക്രീസ്, അതായത് നോട്ട് അറ്റ് ഓൾ കോൺസ്റ്റൻറ്റ്, ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിനെ നമ്മളൊരു പേര് പറയും, ഏർലി എഫക്റ്റ് എന്ന് പറയും. അതായത് അവിടുത്തെ റിവേഴ്സ് ബയസ് വി സി ഇൻക്രീസ് ചെയ്യുമ്പോൾ ബേസിൻ്റെ വിഡ്ത്ത് റിഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സ്. ആക്ച്വലി ആ പ്രോസസ്സിനെ പറയുന്നത് ബേസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നാണ് പറയുക. ബേസ് വിഡ്ത്ത് മോഡുലേഷൻ, അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റാണ് ആക്ച്വലി ഏർലി എഫക്റ്റ്. ഏർലി എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. വി സി ഇൻക്രീസ് ചെയ്യുമ്പോൾ റിവേഴ്സ് ബയസ് കൂടും കളക്ടർ ബേസ് ജംഗ്ഷനിൽ. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ബേസിലേക്ക് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്തു വരും. അപ്പോൾ അവിടുത്തെ ഹോൾസിനും ഇലക്ട്രോൺസിനൊക്കെ റീകമ്പൈൻ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറയും. സോ ഐ ബി ഡിക്രീസസ്. ഐ ബി കുറഞ്ഞാൽ ഐ ഇ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി ഐ സി ഇൻക്രീസ് ചെയ്യും. And that is the reason for this small increase in this graph. Okay, ഇനി നിങ്ങളത് ഈ ഗ്രാഫിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തത് ഐ ബിയുടെ വാല്യൂ നമ്മൾ മാറ്റി. ഇപ്പോൾ ഐ ബി 40 മൈക്രോ ആംപിയർ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, 40 മൈക്രോ ആംപിയർ.
Now this is changed to say a 50 microampere, a 60 microampere. ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 40 വയ്ക്കുമ്പോഴും 50 വയ്ക്കുമ്പോഴും 60 വയ്ക്കുമ്പോഴൊക്കെ ഈ സാച്ചുറേഷൻ റീജിയണിൽ നമുക്ക് നോക്കുമ്പോൾ അതൊരു ലീനിയറായിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. അതായത് ലീനിയർലി വിത്ത് റെസ്പെക്ട് ടു VCE ആണ് സാച്ചുറേഷനിൽ ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷേ ആക്റ്റീവ് റീജിയണിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് IB എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റിയുടെ വേരിയേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ച്. അതായത് 40ൽ നിന്ന് നമ്മൾ IB 50 ആക്കുമ്പോൾ ഇത്രത്തോളം ഇൻക്രീസ് ICയിൽ സംഭവിച്ചു. പിന്നെ അത് 60 ആക്കിയപ്പോൾ ഇത്രത്തോളം ഇൻക്രീസ് ICയിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് വിത്ത് റെസ്പെക്ട് ടു VC ആണ് കോൺസ്റ്റൻറ്റ്, പക്ഷെ IB മാറുന്നതിനനുസരിച്ച് IC കൂടുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ ആക്റ്റീവ് റീജിയൻ we have a relation that is IC is equal to beta into IB. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. കോമൺ എമിറ്ററിലെ കറണ്ട് ഗെയിൻ ബീറ്റയാണ് എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കറണ്ടുകളെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാം. കറണ്ട് എന്ന് പറയുമ്പോൾ IC എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് കറണ്ടാണ്. ദിസ് ഈസ് ഔട്ട്പുട്ട് കറണ്ട് ആൻഡ് ദിസ് ഈസ് ഇൻപുട്ട് കറണ്ട്. സോ കറണ്ട് ഗെയിൻ ദാറ്റ് ഈസ് ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നതാണ് ബീറ്റ. അപ്പോൾ IC ഈസ് ഈക്വൽ ടു ബീറ്റ IB. ഈ റിലേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ IB കൂടുമ്പോഴത്തേക്കും ICയും പ്രൊപ്പോർഷണലായിട്ടായിട്ട് ഇവിടെ കൂടി പോകുന്നത്. പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഈ റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ആക്റ്റീവ് റീജിയണിൽ മാത്രമേ ഉള്ളൂ. സാച്ചുറേഷൻ റീജിയണിൽ എക്സിസ്റ്റ് ചെയ്യില്ല. പിന്നെ വേറൊരു റീജിയനുണ്ട് കട്ട് ഓഫ് എന്ന് പറയുന്ന റീജിയൻ, അവിടെയും ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഈ ആക്റ്റീവ് റീജിയണിലാണ് നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. സാച്ചുറേഷനിലും കട്ട് ഓഫിലും ആണെങ്കിൽ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി വേറൊരു റീജിയനാണ് കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ദർ ഇസ് എ കട്ട് ഓഫ് റീജിയൻ. കട്ട് ഓഫ് റീജിയൻ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ പോർഷനാണ് കട്ട് ഓഫ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, ദിസ് പോർഷൻ. ഈ റീജിയൻ്റെ പ്രത്യേകത എന്താണ്? ഈ റീജിയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിയർ യു ക്യാൻ സീ ദ വാല്യൂ ഓഫ് IB ഈക്വൽ ടു 0 മൈക്രോആംപിയർ. ഈ 0 മൈക്രോആംപിയർ എന്ന് പറയുന്നത് ഈ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഗ്രാഫാണ്. ഓക്കെ, ദിസ് കറസ്പോണ്ട്സ് ടു IB ഈക്വൽ ടു 0 മൈക്രോആംപിയർ. അപ്പോൾ അതിന് താഴേക്ക് വരുന്ന റീജിയനാണ് നമ്മളിവിടെ കട്ട് ഓഫ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ യു നോ ഇൻ കട്ട് ഓഫ് റീജിയൻ IB is less than 0 microampere. അതായത് രണ്ട് ജംഗ്ഷനും, എമിറ്റർ ബേസ് ജംഗ്ഷനും അതുപോലെ കളക്ടർ ബേസ് ജംഗ്ഷനും ഇവിടെ റിവേഴ്സ് ബയാസ് ആണ്. ഓക്കെ, പിന്നെ എന്ത് കറണ്ടാണ് ഇവിടെ ഫ്ലോ ചെയ്യുക? This is emitter, this is base, this is collector. അപ്പോൾ നമുക്ക് റിവേഴ്സ് ബയാസ് എക്സിസ്റ്റ് ഹിയർ. ദിസ് ഈസ് ഡിപ്ലീഷൻ റീജിയൻ, ദിസ് ഈസ് ഡിപ്ലീഷൻ റീജിയൻ. ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ആണ്, ബേസ് എമിറ്റർ, ബേസ് കളക്ടർ ജംഗ്ഷൻ. അപ്പോൾ രണ്ട് ജംഗ്ഷനും റിവേഴ്സ് ബയാസ് ആകുമ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് കൊണ്ടുണ്ടാകുന്ന കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഓൺലി ഡ്യൂ ടു ദ മൈനോറിറ്റി കാരിയേഴ്സ്. അതായത് അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ പറയുന്നതാണ് ലീക്കേജ് കറണ്ട്. ഓൺലി കറണ്ട് പ്രസൻറ്റ് വിൽ ബി ലീക്കേജ് കറണ്ട്. അതായത് ആക്ച്വലി ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എമിറ്ററിൽ നിന്ന് കുറേ ഇലക്ട്രോൺസ് ഇഞ്ചെക്റ്റ് ചെയ്ത് ബേസിലെത്തും, അത് കുറച്ച് ബേസിൽ റീകമ്പൈൻ ചെയ്യും, ബാക്കിയാണ് കളക്ടറിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് കളക്ടർ കറണ്ടും എമിറ്റർ കറണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആവുന്നത്. പക്ഷേ ഈ എമിറ്റർ ബേസ് ജംഗ്ഷനും നമ്മുടെ റിവേഴ്സ് ബയസ് ആണ്.
എമിറ്റർ ബേസ് ജംഗ്ഷന് റിവേഴ്സ് ബയസ് ആണ്. അതുകൊണ്ട് എമിറ്ററിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോലും അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഒന്നും ക്രോസ് ചെയ്ത് ബേസിലെത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോണിൻ്റെയും അല്ലെങ്കിൽ മെജോറിറ്റി കാരിയേഴ്സിൻ്റെയും ഫ്ലോ ഉണ്ടാവില്ല. പിന്നെ ആകെ കൂടി ഉണ്ടാകുന്നത് ഈ കളക്ടറിൽ നിന്ന് വരുന്ന കുറച്ച് മൈനോറിറ്റി കാരിയേഴ്സ് ബേസിലേക്ക് കിടക്കും, ബേസിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടും കിടക്കും. അപ്പോൾ ദർ വിൽ ബി വെരി സ്മോൾ കറണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ലീക്കേജ് കറണ്ട്. വി വിൽ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ICEO എന്നാണ് പറയുന്നത്. ഈ ലീക്കേജ് കറണ്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ കട്ട് ഓഫ് റീജിയനിലുണ്ടാകുന്ന കളക്ടർ കറണ്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ICEO, ദാറ്റ് ഈസ് ഓൺലി എ സ്മോൾ ലീക്കേജ് കറണ്ട്. And this is due to IB equal to 0 or IB less than 0. Okay, we can say that IB equal to 0. Less than എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, കാരണം ഇൻപുട്ട് 0 ആയി കഴിഞ്ഞു. 0 IB equal to 0. ഓക്കെ, ഇതാണ് കട്ട് ഓഫ് റീജിയൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ദിസ് ഈസ് ICEO, ഓൺലി എ വെരി സ്മോൾ കറണ്ട്. അതായത് ഇത്രയും മാഗ്നിറ്റ്യൂഡ് വരുന്ന ഒരു ചെറിയൊരു കറണ്ട് മാത്രമേ അവിടെ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ICE. ഇത് ട്രാൻസിസ്റ്റർ അവിടെ ഓഫായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് ക്യാര വരുന്നത്. അതായത് ഒരു ബേസ് കറണ്ട് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബേസ് കറണ്ട് ആദ്യം 0 സെറ്റ് ചെയ്തു, അതിനനുസരിച്ച് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു, VC വേഴ്സസ് IC. പിന്നെ IB 10 മൈക്രോ ആംപിയർ സെറ്റ് ചെയ്തു, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു, 20, അങ്ങനെ അത് പോയി. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ആക്റ്റീവ് റീജിയണിൽ അത് പാരലലായിട്ട് കിട്ടും. സാച്ചുറേഷനിലാണെങ്കിൽ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ലീനിയർ വേരിയേഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന 1-2 ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതും കൂടെ പറയാം. വൺ ഈസ് AC ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. RO is equal to delta VCE by delta IC with IB constant. ഓക്കെ, ഇതിൻ്റെ ടിപ്പിക്കലി ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 10 കിലോ ഓം ടു 50 കിലോ ഓം ആണ് റേഞ്ച് വരുന്നത്. AC output resistance. Then AC current gain. Beta, actually the beta തന്നെയാണ്, beta AC എന്ന് പറയും. This is delta IC by delta IB. വെറുതെ IC by IB എടുത്തു കഴിഞ്ഞാൽ അത് ബീറ്റയാണ്. വേരിയേഷൻ ഇൻ IC ബൈ വേരിയേഷൻ ഇൻ ബീറ്റ എന്ന് പറയുമ്പോൾ അത് എന്തായി മാറും, AC കറണ്ട് ഗെയിൻ ആവും വിത്ത് VCE കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇത്രയും പാരാമീറ്റേഴ്സ് നമുക്ക് ഇതിന്ന് കോമൺ എമിറ്റർ ഔട്ട്പുട്ട് ക്യാരിയിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. ദെൻ ദിസ് ഈസ് ദ comparison of 3 different configurations. Okay, you are comparing with 4 different parameters: common base, common emitter, common collector. You are comparing the input resistance value, output resistance value, voltage gain, current gain. ഓരോ കോൺഫിഗറേഷനിലും എന്തൊക്കെയായിരിക്കും അതിൻ്റെ റേഞ്ച്, ജസ്റ്റ് ലൈക്ക് ലോ, മീഡിയം, ഹൈ അങ്ങനെ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം, ഓരോ കോൺഫിഗറേഷനിൽ എന്തായിരിക്കും ഇതിൻ്റെ റേഞ്ച് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. So by this we have completed module 4, almost all topics in module 4. Okay, thank you.